വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈസ്റ്റേൺ ഗേറ്റ്, ദോഹ, ഖത്തർ. അധ്യായം 426. ഉത്കണ്ഠകൾ പരിമിതപ്പെടുത്തിയാൽ ജീവിതം മനോഹരമാകും. അനിശ്ചിതങ്ങളുടെ കലവറയാണ് ഓരോ ജീവിതവും. അടുത്ത നിമിഷം എന്തു സംഭവിക്കുമെന്നത് സംബന്ധിച്ച് പോലും കൃത്യമായി അറിയാനോ പറയാനോ കഴിയാത്ത അവസ്ഥ. അതുകൊണ്ടുതന്നെ ആശങ്കകളും ഉത്കണ്ഠകളുമൊക്കെ സ്വാഭാവികമാണ്. ഈ ആശങ്കകളും ഉത്കണ്ഠകളും അതിരുകടക്കുമ്പോൾ മാനസിക നില തകിടം മറിയുകയും ജീവിതത്തിന്റെ താളം തന്നെ തെറ്റുകയും ചെയ്യാനിടയുണ്ട്. എന്നാൽ നിരന്തരമായ പരിശീലനത്തിലൂടെ പോസിറ്റിവിറ്റി വളർത്തിയെടുക്കുകയും ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുകയും ചെയ്താൽ ഉത്കണ്ഠകളെ പരിമിതപ്പെടുത്താനും ജീവിതം മനോഹരമാക്കുവാനും കഴിയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉത്കണ്ഠ ജീവിതത്തിന്റെ നിറം കെടുത്തുന്ന ഒരു മാനസിക പ്രതിസന്ധിയാണ്. അതിന്റെ അളവ് കുറച്ചാൽ തന്നെ ജീവിതത്തിന്റെ നിറങ്ങളും വെളിച്ചവും തെളിയും. മനുഷ്യനിലെ ഊർജം വളരെ വിലപ്പെട്ടതാണ്. അതിന്റെ വലിയൊരു വിഹിതം ഉത്കണ്ഠകളും അനാവശ്യ ചിന്തകളും കവർന്നെടുക്കുമ്പോൾ നമ്മുടെ കഴിവുകളും സന്തോഷവും നഷ്ടപ്പെടാം. എന്നാൽ ഉത്കണ്ഠ പരിമിതപ്പെടുത്തുമ്പോൾ സ്വച്ഛമായ ചിന്ത തിരിച്ചെത്തുന്നു, ധൈര്യം വളരുന്നു, ദിവസത്തിന്റെ ഭാരം കുറയുന്നു, ബന്ധങ്ങൾ പ്രകാശിക്കുന്നു, ആത്മവിശ്വാസത്തിലൂടെ മുന്നേറ്റം സാധ്യമാകുന്നു. അതിനുള്ള സ്വോദ്ദേശ ശ്രമങ്ങളും നടപടികളും അത്യാവശ്യമാണ്. ജീവിതത്തിന്റെ ഭംഗി പ്രശ്നങ്ങളില്ലാത്തതല്ല, അവയെ ഭയമില്ലാതെ നേരിടാനുള്ള ശാന്തിയും ധൈര്യവുമാണ്. ആ ധൈര്യവും തന്റേടവുമാണ് നാം ഓരോരുത്തരും ആർജിക്കേണ്ടത്. ചിന്തകൾ നിയന്ത്രിതമാകുമ്പോൾ ജീവിതം കൂടുതൽ ലളിതമാകുകയും മനസ്സ് കൂടുതൽ സ്വതന്ത്രമാകുകയും ഹൃദയം കൂടുതൽ ക്രിയാത്മകതയോടെയും സന്തോഷത്തോടെയും നൃത്തം ചെയ്യുകയും ചെയ്യും. വാസ്തവത്തിൽ ഉത്കണ്ഠ ഒരു സാധാരണ മനുഷ്യവികാരമാണ്. അത് നിയന്ത്രണാതീതമാകുമ്പോഴാണ് ജീവിതത്തിന്റെ പല മേഖലകളിലും ഗൗരവമായ പ്രതികൂലതകൾ ഉണ്ടാകുന്നത്. ദീർഘകാലം തുടരുന്ന ഉത്കണ്ഠ ശരീരത്തെയും മനസ്സിനെയും ബന്ധങ്ങളെയും വരെ ബാധിക്കുകയും ജീവിതത്തിന്റെ ഗുണമേന്മ കുറയ്ക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ പരിമിതപ്പെടുത്താൻ കഴിയണം. ഭാവിയിൽ എന്ത് സംഭവിക്കുമോ എന്നുള്ള ചിന്തകളും പേടിയും നമ്മെ ഇപ്പോഴത്തെ നിമിഷം ആസ്വദിക്കുന്നതിൽ നിന്ന് തടയും. ഇതുവഴി നമ്മുടെ സന്തോഷം തന്നെ ഇല്ലാതാകാം. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുമ്പോൾ ജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതാകും. ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുവാനും ഭാവിയെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠകൾ ഒഴിവാക്കാനും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിരൂപണമോ പേടിയോ ഇല്ലാതെ ആ നിമിഷത്തെ പൂർണ്ണമായി അനുഭവിക്കുന്നതിനുള്ള കഴിവാണ്. മനസ്സ് ഭൂതകാലത്തിന്റെയും ഭാവി കാലത്തിന്റെയും ചിന്തകളിലേക്ക് ഓടിപ്പോകാതെ ഇപ്പോഴുള്ള നിമിഷത്തിൽ അടിയുറച്ചു നിൽക്കുന്ന കല, അതാണ് മൈൻഡ്ഫുൾനെസ്. നാം ശ്വാസമെടുക്കുന്നത് പോലും ശ്രദ്ധയോടെ അനുഭവിക്കുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചി, മണം, സ്പർശം എന്നിവ തിരിച്ചറിയുന്നത്, നടക്കുമ്പോൾ ഓരോ ചുവടും മനസ്സിലാക്കുന്നത്, വികാരങ്ങളെ വിലയിരുത്താതെ അവ എന്താണെന്ന് നിരീക്ഷിക്കുന്നത് എന്നിവയെല്ലാം മൈൻഡ്ഫുൾനെസ്സിന്റെ ഭാഗമാണ്. സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും അശാന്തിക്കും കാരണമാകുന്ന ജീവിത സാഹചര്യങ്ങളുടെ ഓട്ടത്തിനുള്ള ബ്രേക്കാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയുന്നു. ശ്വാസത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കുന്നു. ശ്രദ്ധയും വ്യക്തതയും മെച്ചപ്പെടുന്നു. മനസ്സ് ചിതറാതെ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു. വികാര നിയന്ത്രണം വളരുന്നു. കോപം, നിരാശ, ദുഃഖം എന്നിവയെ നിയന്ത്രിക്കാനാകുന്നു. ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. മറ്റുള്ളവരെ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാനും മനസ്സിലാക്കാനും സഹായിക്കുന്നു. ചെറിയ കാര്യങ്ങൾ പോലും ആസ്വദിക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നതിലൂടെ ആന്തരിക സന്തോഷം നിലനിർത്താനാകുന്നു തുടങ്ങിയ നിരവധി ഗുണങ്ങളാണ് സ്വായത്തമാകുന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.